ഹലോ എവരി വൺ, വെൽക്കം ടു ദ അനദർ എപ്പിസോഡ് ഓഫ് ബ്രാൻഡ് സ്റ്റോറീസ് വിത്ത് ഹോം ബി സൊല്യൂഷൻസ്. ഇന്ന് നമ്മളുള്ളത് സുനിൽ കുമാർ സാറിൻ്റെ റെസിഡൻസ് ആണ്. ഇതൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന മനോഹരമായ ഒരു വില്ലയാണ്. ആൻഡ ബിൽഡേഴ്സ് ആണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ്. എന്നാൽ ഈ പ്രോജക്റ്റിന് വിൻഡോസും ഹാൻഡ് റെയിൽസും ക്ലൈൻറ്റ് കോപ്പി വരുന്നതായതുകൊണ്ട് ഇവിടെ അവർ ചൂസ് ചെയ്തേക്കുന്ന ഡിസൈൻസും എല്ലാം ക്ലൈൻറ്റ് തന്നെ ഫൈനലൈസ് ചെയ്തേക്കുന്ന സാധനമാണ്. 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ വിൻഡോസ് ആൻഡ് ഡോസിന് വേണ്ടി ഫെനസ്റ്റ എന്നുള്ള ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. വളരെ പ്രീമിയം ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റോ കളറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് പ്രോഡക്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ നമ്മളിവിടെ ലിവിങ് സ്പേസിലാണുള്ളത്. ഇവിടെ നമുക്കൊരു 2 വിൻഡോസ് ഉണ്ട്. ഈ വിൻഡോസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 2 കോർണർ ടൈപ്പ് വിൻഡോ വരുന്നത്. ഫെനസ്റ്റയുടെ തന്നെ കപ്ലർ സിസ്റ്റം യൂസ് ചെയ്തേക്കുന്നുണ്ട്. MS സ്ട്രക്ചറോ ബ്രിക്ക് വർക്കോ ഒന്നും കോർണറിൽ ആവശ്യം വന്നിട്ടില്ല. ഫെനസ്റ്റയുടെ കപ്ലർ സിസ്റ്റം വെച്ചിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഹോളിൻ്റെ വിൻഡോസിൽ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ ഒരു 2 ട്രാക്ക് 4 പാനൽ സ്ലൈഡിംഗ് ഡോർ സിസ്റ്റം ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസബിൾ ആണ് വരുന്നത്. കാഷ്വലോട്ട് ഇറങ്ങുന്ന ഒരു ഓപ്പണിംഗ് അവിടെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മൾട്ടിപ്പിൾ കസ്റ്റമൈസ് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സാറ് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ മെഷിൻ്റെ ഒരു ഇൻകോർപ്പറേഷൻസ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബെഡ്റൂമിലാണുള്ളത്. ബെഡ്റൂമിലാണ് നോക്കിയാൽ പോലും എല്ലാ വിൻഡോസിനും മെഷ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് മെഷ്. ഈ വീട്ടിൽ മെജോറിറ്റി ഓഫ് ദ വിൻഡോസിനകത്തും കസ്റ്റമർ മെഷ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമറിന് ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാലും ആവശ്യത്തിനുള്ള വെന്റിലേഷനും കിട്ടും. മസ്കിറ്റോസോ ഒന്നും അകത്ത് കയറത്തുമില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വർക്ക് ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഫെനസ്റ്റയുടെ സ്ലൈഡിംഗ് ഡോർ ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോർ വിത്ത് മെഷാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതിട്ട് നമുക്കിവിടെ സ്ലൈഡിംഗ് ഡോറുമായിട്ട് ചേർന്ന് ഒരു കപ്ലർ വിൻഡോ യൂസ് ചെയ്തിട്ടുള്ള കേസ്മെൻറ്റ് ഡോർ നമ്മളിവിടെ ചെയ്തേക്കുവാണ്. വേറെ ഒരു സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഫെനസ്റ്റയുടെ കപ്ലർ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് കപ്ലർ കേസ്മെൻറ്റ് ഡോർ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുവാണ്. വെന്റിലേഷനിലോട്ട് വരുവാണെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ടോയ്ലറ്റ് വെന്റിലേഷൻ സിസ്റ്റമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. താഴെ നമ്മൾ ടോപ്പ് വന്ന് മേളിൽ എക്സോസ്റ്റിൻ്റെ പ്രൊവിഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോയിൽ തന്നെ എക്സോസ്റ്റിൻ്റെ പ്രൊവിഷൻ കൊടുക്കുന്നതിനുള്ള കസ്റ്റമറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭിത്തിയിൽ ഹോളാക്കി അവിടെ ഒരു എക്സോസ്റ്റ് പ്ലേസ് ചെയ്യേണ്ട ഒരു പ്രൊവിഷൻ കസ്റ്റമർ നോക്കേണ്ട ആവശ്യമില്ല. ഈ യൂണിറ്റിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സ്റ്റെയർ ഏരിയ നിൽക്കുന്നത് നമ്മൾ കാണുവാണെങ്കിൽ സ്റ്റെയർ ഏരിയയിൽ ഇവിടെ കൊടുത്തേക്കുന്ന ഒരു വലിയൊരു ഓപ്പണിങ്ങാണ് കൊടുത്തേക്കുന്നത്. ഇനിഷ്യൽ ഡിസ്കഷൻ സ്റ്റേജിലൊക്കെ വന്ന സമയത്ത് ക്ലൈൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞത് എനിക്ക് ലൈറ്റിങ്ങും വേണം, അതിനനുസരിച്ച് വെന്റിലേഷനും വേണമെന്ന് ക്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ കൊടുത്തേക്കുന്ന ഡിസൈൻ വന്നിട്ട് കോമ്പിനേഷൻ സ്ലൈഡറാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ പോലും ഇവർക്കൊരു സ്ലൈഡിങ് മെക്കാനിസം കൊടുക്കണമെങ്കിൽ പോലും ഹാൻഡിൽ ഓപ്പറേഷൻസ് പോസിബിൾ ആവുന്ന ഹൈറ്റിൽ നമുക്ക് കൊടുക്കണമായിരുന്നു. സോ നമ്മൾ ഹാൻഡിൽ മാക്സിമം താഴോട്ട് ഓഫ്സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇവരെ ഓപ്പറേഷണൽ യൂസിന് വേണ്ടിയിട്ട് മാക്സിമം ഹാൻഡിൽ താഴോട്ട് ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് ഈ വിൻഡോ ചെയ്തേക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് സ്പേസിലാണ് നമ്മളുള്ളത്. നമ്മൾ താഴെ കണ്ടതുപോലെ ലിവിങ് സ്പേസിൽ നമ്മളൊരു കോർണർ വിൻഡോ ചെയ്തതുപോലെ ഫസ്റ്റ് ഫ്ലോറിലും ഇതിവിടെ ഒരു കോർണർ വിൻഡോ ചെയ്തിട്ടുണ്ട്. സെയിം സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെനസ്റ്റയുടെ കപ്ലർ സിസ്റ്റം യൂസ് ചെയ്തതുള്ളത് കൊണ്ട് ബ്രിക്ക് വർക്കോ MS-ൻ്റെ സ്ട്രക്ചറോ സാറിന് കോർണറിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. പാസേജ് ഏരിയയിലോട്ട് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ലൈറ്റിങ്ങും എയറും സാറ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബേ വിൻഡോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയും എല്ലായിടത്തും കണ്ടതുപോലെ തന്നെ 2 ട്രാക്ക് 2 പാനൽ വിത്ത് മെഷ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഫെനസ്റ്റ വിൻഡോസ് ആൻഡ് ഡോർസ് അല്ലാതെ നമ്മൾ ടോയ്ലറ്റ്സിൽ ഷവർ പാർട്ടീഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏത് ടോയ്ലറ്റ്സിൻ്റെയും ഹൈജീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഷവർ പാർട്ടീഷൻ. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 ഫിക്സ് വിത്ത് 1 സ്ലൈഡിങ് സിസ്റ്റം എന്നുള്ള രീതിക്കുള്ള ഷവർ പാർട്ടീഷൻസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഷവർ പാർട്ടീഷൻസിൽ വരുമ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഫ്രോസ്റ്റഡ് ഗ്ലാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസൈനർ സീരീസ് ഗ്ലാസ് യൂസ് ചെയ്യാം, ഫ്ലൂട്ടഡ് ഗ്ലാസ് ചെയ്യാം. കസ്റ്റമൈസബിൾ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നല്ല വുഡൻ ടെക്സ്ചർ വേണം, ഒരുപാട് ലൈറ്റ് വേണം, ഒപ്പം നല്ല വെന്റിലേഷനും വേണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ ഹോംബീസുമായി കൺസൾട്ട് ചെയ്യുമോ. അതോടൊപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ് സെൻറ്ററും വിസിറ്റ് ചെയ്യൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ടിൽ ദെൻ ബൈ ബൈ.